ഹലോ കൂട്ടുകാരെ, എൻ്റെ രണ്ടാമത്തെ സഞ്ചാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷമാണ് മറ്റൊരു യാത്ര പോകുന്നത്. ഈ പ്രാവശ്യം ഞങ്ങൾ പോകുന്നത് അബുദാബിയിൽ നിന്ന് ഒമാനിലേക്കാണ്. ഒമാനിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങളിപ്പോൾ. ഇത് എബിൻ, ആൽഫിൻ, ക്രിസ്റ്റി ചേച്ചി, ബെഞ്ചമിൻ ചേട്ടൻ, വാഹനം ഓടിക്കുന്നത് ജസ്റ്റിൻ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒമാനിലേക്ക് പോവുകയാണ്. ഞങ്ങൾ ആക്ച്വലി രാത്രി 3 മണിക്ക് ഇറങ്ങണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞങ്ങളുടെ പ്ലാനിങ് എല്ലാം തെറ്റി ഞങ്ങളുടെ ഉറക്കം ഞങ്ങളെ പറ്റിച്ചു കളഞ്ഞു. ഞങ്ങൾ എഴുന്നേറ്റപ്പോൾ രാവിലെ 6 മണി കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ 8 മണിക്കാണ് യാത്ര പുറപ്പെടുന്നത്. ഇനി ഒമാനിൽ എത്തിച്ചേരുന്നത് എപ്പോഴാണെന്ന് അറിയത്തില്ല. രാത്രി എടുക്കും, പാതിരാത്രി ആവും. ഞങ്ങൾ സലാല എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ നല്ല മലനിരകളുണ്ട്, വെള്ളമൊഴുകുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്, നീരുറവകളുണ്ട്, ധാരാളം പച്ചപ്പുണ്ട്. വളരെ പ്രകൃതി രമണീയമായ ആ ഭംഗിയെ ആസ്വദിക്കാനാണ് ഞങ്ങൾ ഈ പ്രാവശ്യം ഒമാനിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ പാസ്പോർട്ടൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അബുദാബിയിൽ തന്നെയുള്ള അലൈൻ എന്ന് പറഞ്ഞ സ്ഥലത്തു കൂടിയാണ് ഞങ്ങൾ ബോർഡർ കടക്കുവാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അലൈൻ ലക്ഷ്യമാക്കിയാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ സഞ്ചാരം. അലൈനിലേക്ക് എത്തുന്നതിന് മുന്നേയുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ധാരാളം മരങ്ങളൊക്കെ ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. പച്ചപ്പുകളുണ്ട്. ധാരാളം ഗാർഡനുള്ള ഒരു സ്ഥലമാണ് അലൈൻ. അലൈൻ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. ഞാൻ 2-3 പ്രാവശ്യം അലൈനിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പെട്രോൾ സ്റ്റേഷനിൽ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയിരിക്കുകയാണ്. ജസ്റ്റിൻ ഇപ്പോൾ കുതിച്ചുകൊണ്ടിരിക്കുന്ന പെട്രോളിൻ്റെ വില കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. ജസ്റ്റിൻ ഈ പ്രാവശ്യം എന്നോട് ഒരു കാര്യം പറഞ്ഞായിരുന്നു. ജോയിലെ, എൻ്റെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് കുറച്ച് ക്ലോസപ്പായിട്ട് എൻ്റെ കുറച്ച് വിഷ്വൽസൊക്കെ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ഞാൻ ജസ്റ്റിന് വേണ്ടിയിട്ട് ഈ ഒരു ഷോട്ട് ഞാൻ സമർപ്പിക്കുകയാണ്. വീണ്ടും ഞങ്ങളുടെ യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റിന് ഇപ്പോൾ വാഹനത്തിലിരുന്ന് സംസാരിക്കാതെ ഇനി നമുക്ക് ബാക്കി പെട്രോള് മുന്നോട്ടേക്കുള്ളത് ഒമാനിൽ ചെന്നിട്ട് അടിച്ചാൽ മതി. കാരണം ഒമാനിൽ വളരെ വ്യത്യാസമുണ്ട്. അവിടെ പെട്രോളിന് വളരെ റേറ്റ് കുറവാണ്. അതുകൊണ്ട് ഇനി ഒമാനിൽ ചെന്നിട്ട് പെട്രോൾ അടിച്ചാൽ മതി എന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അബുദാബിയിൽ റോഡുകളൊക്കെ സമ്മതിച്ചു കൊടുക്കണം. ആ മാതിരി സൂപ്പറായിട്ടാണ് ഇവിടുത്തെ ഗവൺമെൻറ് ഇവിടുത്തെ റോഡുകൾ, അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം ചെയ്തിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് കാണുന്നത് മരുഭൂമിയാണ്. ആ മരുഭൂമിയുടെ ഒത്ത നടുക്കോടെ ഇത്രയും നല്ല റോഡ് പണിയണമെങ്കിൽ അതിന് ഇവിടുത്തെ ഗവൺമെൻറ്റിന് ബിഗ് സല്യൂട്ട് കൊടുത്തേ പറ്റും. അങ്ങനെ ഞങ്ങൾ അലൈനിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അലൈനിലെ കാഴ്ചകൾ തികച്ചും വ്യത്യസ്തമാണ്. ഇവിടുത്തെ വാഹനങ്ങളെല്ലാം നിരത്തിലൂടെ എത്രയോ അച്ചടക്കത്തോടു കൂടിയാണ് പോകുന്നത്. നമ്മുടെ നാട്ടിലത്തേതുപോലെ അലസ്യമായിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ഇവിടെ കാണുവാനേ സാധിക്കത്തില്ല. നമ്മുടെ നാട്ടിലൊന്നും കാണാൻ പറ്റാത്ത തരത്തിലുള്ള വാഹനങ്ങൾ ഇവിടെ കാണുവാനായിട്ട് സാധിക്കും.
അങ്ങനെ ഞങ്ങൾ അലൈൻ പട്ടണത്തോട് അടുത്തിരിക്കുകയാണ്. ഇപ്പോൾ വേഗത ഒന്നുകൂടെ കുറച്ചിരിക്കുകയാണ്. നേരത്തെ 120-ൽ നിന്ന് ഇപ്പോൾ 100-ലേക്കായിരിക്കുകയാണ്. വലിയ വാഹനങ്ങൾക്ക് പോകുവാൻ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പാതയുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ബസ്സൊക്കെ പോണ നോക്കിക്ക് ഇതിലെല്ലാം അവർ ഇടിച്ച് കയറ്റിയാണ് പോകുന്നത്. പാലങ്ങൾ ശ്രദ്ധിക്കൂ. ഇങ്ങനത്തെ ഇത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഇത്രയും അടിസ്ഥാന സൗകര്യത്തോടു കൂടി ഇത്രയും ഉറപ്പോടു കൂടി പണിതിട്ടുള്ള ഒരു പാലം പോലും നമ്മുടെ നാട്ടിലില്ല. അതാണ് ഗൾഫും നാടും തമ്മിലുള്ള പ്രത്യേകത. ദുബായ് പോലെയോ അബുദാബി സിറ്റി പോലെയോ ഒന്നുമല്ല അലൈനുള്ളത്. അലൈൻ തികച്ചും വ്യത്യസ്തമാണ്. അലൈനിലുള്ള കെട്ടിടങ്ങളെല്ലാം ഒരു 4 നില 5 നിലയൊക്കെയാണ് മാക്സിമം ഹൈറ്റ്. ഇവിടെ ധാരാളം മലയാളികൾ താമസിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് കഴിക്കുവാനുള്ള ഭക്ഷണമെല്ലാം ക്രിസ്റ്റി ചേച്ചി രാവിലെ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതെല്ലാം വാഹനത്തിൽ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒമാൻ ബോർഡർ കഴിഞ്ഞതിന് ശേഷം ലഞ്ച് കഴിക്കാമെന്ന പദ്ധതിയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഞാൻ ഒമാനിൽ ആദ്യമായിട്ട് പോകുന്നതാണ്. നമ്മുടെ നാട് പോലെ ഒരുപാട് മലകളും പച്ചപ്പുകളും എല്ലാം ഉള്ള സ്ഥലമാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അങ്ങനെ അലൈൻ്റെ ഹൃദയഭാഗത്തിൽ കൂടി ഞങ്ങൾ കടന്നു പോവുകയാണ്. എബിൻ മമ്മിയെ വിളിച്ച് പറയുകയാണ്, മമ്മി ഞാൻ ഒമാന് പോവുകയാണ്. എബിൻ വളരെയധികം സന്തോഷത്തിലാണ്. എത്രയോ ഭംഗിയാണ് ഇവിടുത്തെ ഓരോ കാഴ്ചകളും. ഒരു കടലാസ് കഷ്ണം പോലും നിലത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയത്തില്ല. അത്രയും നീറ്റ് ആൻഡ് ക്ലീനാണ് ഇവിടുത്തെ പരിസര പ്രദേശങ്ങൾ. ഒരു റൗണ്ട് ബോട്ട്, അത് എത്രയോ വൃത്തിയോടുകൂടി അത് രൂപകൽപ്പന ചെയ്തിരിക്കുകയാണ്. ആ റൗണ്ട് ബോട്ടും പിന്നിട്ട് ഞങ്ങളുടെ യാത്ര വീണ്ടും തുടരുകയാണ്. ഇപ്പോൾ ചൂടുള്ള സമയമാണ്. അതുകൊണ്ട് പകൽ സമയങ്ങളിൽ ആരും പുറത്തിറങ്ങാറില്ല. അങ്ങനെ അലൈനൊക്കെ കഴിഞ്ഞ്
വീണ്ടും മുന്നോട്ടേക്ക് പോകുമ്പോൾ ഭൂപ്രകൃതി തന്നെ മാറിയിരിക്കുകയാണ്. മലനിരകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ യാത്ര തുടരുന്നു.